ഇനി മോളിക്ക് ഫോൺ തന്ന് ഞാൻ തുറന്നു നോക്കട്ടെ. പിന്നെ ഐഫോണിന്റെ ഭാഗത്ത് മറ്റേ ഗാലക്സി കൊടുക്കുന്നതാണോ നോക്കി. അങ്ങനെ നേരെ മൈജിയിലെത്തിയിട്ടോ. മൈജിയിലെത്തിയിട്ട് ഫോൺ നോക്കി. ഐഫോൺ 16 ആയിരുന്നു നോക്കിയത്. അപ്പോൾ കളറിൻ്റെ ചെറിയൊരു ടെൻഷന്. 2 കളറേ ഉള്ളായിരുന്നു. ഞാൻ ബ്ലൂ എടുക്കാനായിരുന്നു പോയത്, പക്ഷെ ബ്ലൂ കളർ ഇല്ല കേട്ടോ. നമ്മുടെ ഒരു പീക്കോക്കിൻ്റെയൊക്കെ ഒരു കളർ പോലത്തെ ഒരു കളറാണ് നിലവിലുള്ളത്. അപ്പം വൈറ്റ് എനിക്കിതിന് മുമ്പ് ഒരു എക്സ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. എക്സ് എന്ന് പറയുക ആ എക്സ് അല്ല കേട്ടോ, ഐഫോൺ 10 ഉണ്ടായിരുന്നേ. അപ്പോൾ അത് വൈറ്റായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഫോണല്ല കേട്ടോ ഇപ്പോഴത്തെ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ഇട്ടോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു വൈറ്റ് തന്നെ എടുക്കാം. എൻ്റെ സിസ്റ്ററുടെ മോനോട് ചോദിച്ച സമയത്ത് അവൻ വൈറ്റ് എടുക്കാനായും പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവന് ബ്ലൂ എടുക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷെ ബ്ലൂ നിലവിൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് വൈറ്റ് തന്നെ എടുത്തു. ഇതേപോലെ 6 ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിങ്ക് കളറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അത് സലീം എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ 6 ആണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് സലീമിൻ്റെ അടുത്തുണ്ട്. അത് നിലവിലിപ്പം ഇവിടെ ഇല്ല, നാട്ടിലില്ല. ദുബായിലാണെങ്കിലും അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വൈറ്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബില്ല് ചെയ്യാൻ നിൽക്കുകയായിരുന്നേ. ബില്ലിംഗ് സെക്ഷനിൽ ഭയങ്കര തിരക്ക്. അവിടെ ഓഫർ നടക്കുന്ന സമയമാണല്ലോ. 3 കൗണ്ടർ ഉണ്ടെങ്കിലും 3ലും ആൾക്കാരാട്ടോ. അങ്ങനെ കുറച്ച് സമയം ബില്ല് ചെയ്യേണ്ടടുത്തൊന്നും നിൽക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ലേ. പിന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാണ്. ആപ്പിളിന്റെ കഷ്ണം വരുന്നില്ല. വന്ന് അപ്പൊ ഫോൺ ഇതാട്ടോ വാങ്ങിയത്. ഫോണ് മേടിച്ച് ഞാൻ നേരെ അടുത്തുള്ളൊരു ബേക്കറി കയറി കുറച്ച് സാധനം മേടിക്കാൻ കയറിയതാട്ടോ. അപ്പോഴാണ് ഏട്ടത്തി പറയുന്നത് അവൾക്ക് ഷവർമ്മ വേണമെന്ന്. അവൾക്ക് ഷവർമ്മയിൽ ആരോ എന്തോ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെ പോയാലും ഷവർമ്മ വേണമെന്ന് പറയും. അങ്ങനെ പിന്നെ അവൾക്ക് ഷവർമ്മയും അല്ലാതെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണേ. വീട്ടിൽ ഉമ്മ ചോറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തു നിന്നും മേടിച്ചതും കഴിച്ചതൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടി മഴ പെയ്ത സമയത്ത് ഓട്ടോൻ്റെ അതൊന്ന് നീക്കിയിട്ടതാണ്. അങ്ങനെ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. മീനെടുക്കുന്നതിനല്ല, വീഡിയോ എടുക്കുന്നതിന്. അല്ലെങ്കിൽ ഇപ്പൊ ചോറുന്നൂല. പാപ്പി നിർബന്ധിച്ചോണ്ടോള് കഴിക്കാണോ അല്ലേ? പലപ്പോഴും ഫുഡിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്, ജസ്റ്റ് ഞാൻ ഇതൊന്നും കണ്ടിട്ട് കൊതിയാവുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കുക. ചിലർ പറയും ഫുഡിൻ്റെ അത് കഴിക്കുന്നത് കാണാൻ ഇഷ്ടമേ ഇല്ല, ചിലർ പറയും കഴിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മാത്രം കാണുക കേട്ടോ. അപ്പോൾ ചോറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കർമൂസ എന്ന് പറയും, പപ്പായ ഉണ്ടല്ലോ, പപ്പായ ഉപ്പേരി ഉണ്ട്, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, അയില പൊരിച്ചതുണ്ട്. ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉള്ളത്. ഉമ്മാക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാടൻ ഫുഡ് എന്നുള്ളത് കൊണ്ട് ഉമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കാത്തു നിന്നതാട്ടോ. അതാണ് പുറത്തുനിന്നൊരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഓടി വീട്ടിലേക്ക് വന്നത്.
ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊക്കെ ചോറ് മേടിച്ച് കഴിക്കാന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല അല്ലേ? ചോറ് വിളമ്പുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അശരീരി കേട്ടില്ലായോ, ഉമ്മ എനിക്ക് ജ്യൂസ് മതിയേന്ന്. ആ അശരീരിക്ക് അടിച്ച ജ്യൂസാട്ടോ മാംഗോ ജ്യൂസ്. അപ്പോൾ പിന്നെ ചോറ് കഴിച്ചതിന് ശേഷം മാംഗോ ജ്യൂസും കൂടി കുടിച്ചതാണ്. അവൾ ചായ കുടിക്കൂല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവളെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററാട്ടോ, മൂത്ത സിസ്റ്റർ. അവൾക്ക് വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ചതായിരുന്നു. പിന്നെ നേരെ എൻ്റെ മോളുടെ കാല് പോയി കാണിച്ചു. അവിടെ കണ്ടൊരു സാധനം ഫോട്ടോ എടുത്താട്ടോ. അങ്ങനെ പഴയ ഡോക്ടറാണ്. കാലും കാണിച്ച് തിരിച്ച് സിസ്റ്ററിനെ വീട്ടിൽ കൊണ്ടുവച്ചാക്കാൻ പോയപ്പോൾ ഓള് പറഞ്ഞു അവൾക്ക് ഗെറ്റൽ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഞാൻ അവിടെ നിന്നൊരു ഫാനും ഈ റിമോട്ടിൻ്റെ ഫാൻ ഉണ്ടല്ലോ അതും മേടിച്ചേ. അവൾ മേടിച്ച ഗെറ്റൽ ഇതാണ്. അവിടെ ഫാനിനും ഗെറ്റലിനും ഒക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ഫാനും വീണ്ടും എടുത്തു. അരുണ് വരുന്നുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് അരു ഒരു വീഡിയോ എടുക്കാൻ ഒന്ന് നിന്നേരോ, കുറേ ആയില്ലേ നീ എൻ്റെ കൂടെ വീഡിയോയിൽ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നാമത് ബസ് പോയി വരുന്ന ആ ഒരു കോലാണ്, അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാനിതേ ഫോണ് ഇവിടെ ഒരു ഷാളിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം 2 വാക്ക് വർത്തമാനം പറയാ എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുവച്ചിരുത്തും. എന്നിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. ചീറ്റോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു 99.9% എനിക്ക് ഉറപ്പെന്താണെന്നറിയോ, ഇതെനിക്ക് വേണ്ട എന്നുള്ള വാക്കായിരിക്കും. കാരണം ഐഫോണിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്. എന്തായിരിക്കും ഇനി എക്സ്പ്രഷൻ ഒന്നും അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എത്തിക്കുന്ന എനിക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ചീറ്റി പോവാതിരുന്ന കാണാം. എന്താവും അവസ്ഥ ഇപ്പം എനിക്കറിയില്ല കേട്ടോ, നോക്കാം, വെയിറ്റ് ചെയ്യാം.